പറ 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 പറക്കണ പൂവേ 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 കളറാവട്ടെ. മലയാളക്കാരെ ഇളക്കി മറിച്ച തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ ഏത് മൂട് ഓണം മൂട്. കളറാവട്ടെ. മുല്ലേ 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 മുടിമേലെ മണം പരത്തണം മെല്ലെ 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 മലയാളക്കര ഇളക്കണം നില്ല നില്ല. ഹായ് നമസ്കാരം, ഞാൻ ആതിര. ഫ്രൈഡേ ഫെയിമിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് മൂട് ഓക്കെ, ചേട്ടന്റെ സൗണ്ട് എന്റെ സൗണ്ട് തന്നെ AI ഇട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. സുരേഷ് പാടുമ്പോൾ അതിന്റെ ബാക്കിൽ വരുന്നതാണ്. ഞാൻ ഫുൾ കേൾപ്പിക്കാം. ഓണം മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് സാഹസം എന്ന സൂപ്പർ ഹിറ്റ് മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ വിപിൻ അശോക് ആണ്. ലെറ്റ്സ് വെൽക്കം വിപിൻ അശോക്. ചേട്ടാ, വെൽക്കം ടു ഫ്രൈഡേ ഫെയിം. നമസ്കാരം. ചേട്ടന്റെ ഓണവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തുടങ്ങിയാലോ? തീർച്ചയായും. ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് സാഹസം റിലീസ് ചെയ്ത് അത്യാവശ്യം സക്സസ് ആയി പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ പാട്ട് നല്ല രീതിയിൽ ആൾക്കാർ ഏറ്റെടുത്തു, അതിൻ്റെ ഒക്കെ സന്തോഷം ഈ ഇപ്രാവശ്യത്തെ ഓണത്തിന് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഓണമൂട് എന്ന പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ വിചാരിച്ചായിരുന്നു ഈ പാട്ട് ഇത്രത്തോളം കത്തിപ്പടരുമെന്ന്? ഇത്രത്തോളം കത്തിപ്പടരുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങള് ചെയ്യുമ്പോൾ ഒരു ഹിറ്റാവണം എന്നുള്ള ആഗ്രഹത്തിന്റെ മുകളിൽ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇത്രയും വലിയൊരു ആൾക്കാർ ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു വൈറൽ പരിപാടിയിലേക്ക് പോകുമെന്ന് വിചാരിച്ചില്ല. ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മുല്ലേ 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 മുടിമേലെ മണം പരത്തണം മെല്ലെ 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 മലയാളക്കര ഇളക്കണം നില്ല. ചേട്ടാ, ഈ സാധാരണ ഈ ഓണം സോങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ട്രഡീഷണൽ ടച്ച് തരുന്ന ഒരു ഫീലിംഗ് ആണ്. പക്ഷെ നമ്മുടെ ഈ ഓണമൂട് എന്ന സോങ് വേറെ തന്നെ ഒരു വൈബിലാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതില് എന്താ അതെങ്ങനെ ചെയ്യാൻ കാരണം ഒന്നാമത് പടത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സിനിമയെ കണ്ട ആൾക്കാർക്ക് അറിയാം, അവിടെ ഒരു IT കമ്പനിയിൽ ഓണം സെലിബ്രേഷൻ നടക്കുകയാണ് ഒരു സൈഡിൽ. അതേസമയം അതേ പാരലായിട്ട് അവിടെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് കുറച്ച് ത്രില്ലിങ് അല്ലെങ്കിൽ ഉദ്യോഗജനകമായ കുറച്ച് കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ഫാസ്റ്റ് നമ്പർ അവിടെ ആണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഓണം ഉണ്ട്, ഫാസ്റ്റ് നമ്പർ വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്കൊരു ഡാൻസ് നമ്പർ തന്നെ ചെയ്യാം. അങ്ങനെ ഒരു ഇപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഓണം ആഘോഷിക്കുമ്പോൾ ഡാൻസ് പരിപാടികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ സ്കൂൾ, കോളേജ്, ഫ്ലാറ്റിൻ്റെ അത് അവിടെയൊക്കെ എങ്ങനെയായാലും ഡാൻസ് നമ്പേഴ്സ് വേണം. സാധാരണ ചെയ്യാറ് ആ സമയത്ത് ഹിറ്റായ ഏതെങ്കിലും മലയാളം അല്ലെങ്കിൽ തമിഴ് സോങ്സ് ഒക്കെ എടുത്തിട്ടാണ് ആൾക്കാർ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പകരം എന്തുകൊണ്ടൊരു ഓണം റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ഡാൻസ് നമ്പർ ചെയ്തുകൂടാ എന്നുള്ള ചിന്തേൻ്റെ മുകളാണ് ഇങ്ങനെ ഒരു പാട്ടിലേക്ക് സാഹസം എന്ന മൂവിയിലോട്ടുള്ള എൻട്രി അതെങ്ങനെയായിരുന്നു? അത് ഈ മന്ദാകിനി ചെയ്ത് അത്യാവശ്യം പാട്ടപ്പൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഡയറക്ടർ വിപിൻ കൃഷ്ണ ഇതിൻ്റെ പുതിയ പടം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കേട്ടിട്ടാണ് ഇത് എന്നെ പറ്റിയിട്ട് ഷിഹാബ് ബെന്നല എന്നുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ, രണ്ടിൻ്റെയും സാഹസത്തിൻ്റെയും മന്ദാകിനിയുടെ രണ്ടും ഷിഹാബ് ബെന്നല എന്നുള്ള പ്രൊഡക്ഷൻ കൺട്രോളറാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ഷിഹാബൊക്കെയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു വിപിൻ കൃഷ്ണ ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചു, വിപിൻ കൃഷ്ണയുടെ ഫോണിൽ സംസാരിച്ചു. ഞാൻ പോയി പുള്ളിയെ കണ്ടു, സംസാരിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ചേട്ടാ, ഈ പാട്ടിന്റെ രണ്ടുപേരും ഒന്ന് പാടാൻ പറ്റുമോ? ശ്രമിക്കാം. ഞാൻ അത്ര നല്ല ഒരു സിംഗറല്ല, എന്നാലും ശ്രമിക്കാം. ഞാൻ ട്രാക്ക് ഒന്നിടാം. പറ 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 പറക്കണ പൂവേ 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 കളറാവട്ടെ. ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 കളറാവട്ടെ. മുല്ലേ 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 മുടിമേലെ മണം പരത്തണം മെല്ലെ 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 മലയാളക്കര ഇളക്കണം നില്ല 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 നില വിളമ്പാനായില നിരത്തണം ഒരുങ്ങി വാ മിനുങ്ങി വാ ഏത് മൂട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓ, താങ്ക് യു. ചേട്ടാ, ഈ ഓണമൂട് എന്ന സോങ്ങില് ആ ചേട്ടൻ ചെറുതായിട്ടൊരു മോൻ കാണിച്ചിട്ടില്ലേ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ഈ ഓണം മൂഡ് ഈ യൂട്യൂബിലുള്ള ആദ്യം പുറത്തുവിട്ട വിഷ്വൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊമോ സോങ് പോലെയാണ്. അത് സിനിമയിലുള്ള വിഷ്വലല്ല. അപ്പോൾ അത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതിലുള്ള മെയിൻ ക്രൂ മെമ്പേഴ്സ് പിന്നെ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും അഭിനയിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അത് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും കൂടി ചെയ്തതേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. റംസാനാണ് അത് മൊത്തത്തിൽ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ റംസാൻ പറയുന്ന പോലെ ചെയ്തു, അത്രയേ ഉള്ളൂ. ചേട്ടാ, ഈ സോങ്ങിന്റെ മ്യൂസിക് പ്രൊഡക്ഷനെ കുറിച്ചൊന്ന് പറയാമോ?
ഓക്കെ. ഇത് അറിയാമെന്ന് തോന്നുന്നു. വിനായകാണ് എഴുതിയിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. വിനായക് ശശികുമാറാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ മെയിൻ സിംഗേഴ്സ് ഫെജോ, ഹിംന ഹിലാരി, ഹിനിത ഹിലാരി ഇവരാണ് മെയിൻ സിംഗേഴ്സ്. പിന്നെ ഇതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ സ്ട്രീമിൽ ഇവരൊക്കെയാണ് പേര് പറയുന്നതെങ്കിലും അതിൽ ബാക്ക് സൈഡിൽ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് റിതം സൈഡൊക്കെ ചെന്നൈ പെർക്കഷൻ ടീമിനെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇവിടെ ആട്ടം കലാസമിതി ചെണ്ട അവരാണ് ചെയ്തത്. പിന്നെ ലൈവ് പിന്നെ നാദസ്വരം അഖിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്, പുള്ളിയാണ് വായിച്ചിരിക്കുന്നത്. പിന്നെ അഡീഷണൽ പ്രോഗ്രാമിംഗ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് സാൻഡി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ പേര് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. കോറസ് സിംഗേഴ്സ് ഉണ്ട് കുറേ പേര്, ഒരു 5-10 പേര് കോറസ് പാടിയിട്ടുണ്ട്. എല്ലാവരുടെയും പേര് എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല എന്നല്ല, അത് നോക്കണം. ആ ലിസ്റ്റ് ആരൊക്കെയായിരുന്നു പാടുന്നത്. കുറേ പേര് പല പാട്ടുകളിലായിട്ട് പാടിയത് കൊണ്ട് ഈ പാട്ടിൽ ആരൊക്കെ പാടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള സുവീഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയാണ് ഇതിൻ്റെ മൊത്തത്തിൽ, ഞാൻ ഫ്രം ദ സ്റ്റാർട്ട് എൻ്റെ കൂടെ പല അഭിപ്രായങ്ങൾ പറയാനും അങ്ങനെയൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നത്. അവനും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ഉണ്ട്. അങ്ങനെ പിന്നെ മിക്സ് കിഷൻ ശ്രീബാൽ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് എഞ്ചിനീയറാണ് മിക്സ് ചെയ്തത്. മാസ്റ്റർ ചെയ്തത് ഹരിശങ്കർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കുറേ ദിവസത്തെ ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. മുല്ലേ 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 മുടിമേലെ മണപരത്തണം മെല്ലെ 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 മലയാളക്കരയിലക്കണം. ഏകദേശം എത്ര ദിവസമായിട്ടുണ്ടാവും ഈ പാട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ? ഇത് ടോട്ടൽ എനിക്ക് തോന്നുന്നു അതങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം തുടങ്ങി ഇത് കഴിയുന്നവരെ ഈ പാട്ടിന് അങ്ങനെ ഒരു പ്രോസസ്സല്ല. അതുകൊണ്ട് തന്നെ എത്ര ദിവസം എടുത്തു എന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണ ബാക്കി പാട്ടുകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ സമയം എടുത്തു. ഇത് ട്യൂൺ ഉണ്ടാക്കാൻ തന്നെ ഞാൻ കുറേ സമയം, എനിക്ക് കുറേ ട്രയൽ ആൻഡ് എററൊക്കെ നടത്തിയിട്ടാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ ഇതിൻ്റെ ഹുക്ക് ലൈനിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുത്തു. എന്ത് വേണം ആ ഹുക്ക് ലൈൻ, ഈ ഏത് മൂഡ് നിൽക്കുന്ന ആ ഹുക്ക് ലൈൻ എന്ത് വേണം എന്നുള്ളതിലേക്ക് എത്താനും കുറച്ച് സമയം എടുത്തു. അത് ആലോചനകളായിരുന്നു കൂടുതലും. അത് അങ്ങനെ സമയം എടുത്തു. പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ലൈവ് എടുത്ത് വരുമ്പോൾ അതിൻ്റെതായ സമയം അതിനും അത്യാവശ്യം നല്ല രീതിയിൽ പോയി. അങ്ങനെ ടോട്ടലി അത്യാവശ്യം സമയം എടുത്തു. ദിവസം നമുക്ക് എക്സാക്റ്റ് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ലാത്തത് കാരണം അതിൻ്റെ പാരലായിട്ട് ഞാൻ വേറെയും പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പടത്തിൻ്റെ BGMൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഈ പാട്ടിന് മാത്രം എത്ര സമയം എടുത്തു എന്നുള്ളത് ഒരു എക്സാക്റ്റ് ഒരു ഡേയ്സ് പറയാൻ അങ്ങനെ പറ്റില്ല. ചേട്ടാ, BGMനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലേ? ഈ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്തതിന് ശേഷമാണോ ഈ BGMലോട്ട് പോയത്? അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? പാട്ടുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല BGM സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒരു ഔട്ട്ലൈൻ ആക്കി. അതും എല്ലാ പാട്ടിൻ്റെയും ഉണ്ടായിരുന്നില്ല. ഒരു 4 പാട്ടിൻ്റെ ഔട്ട്ലൈൻ ആദ്യം ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ആക്ച്വലി ചില BGM തീമുകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചോദിക്കും, ഇങ്ങനെ ചില സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് BGM കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് അവർക്ക് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കുറച്ച് ചില തീമുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിലൊരു ഫ്ലാറ്റ് സീക്വൻസ് ഉണ്ട്. പടം കണ്ട ആൾക്കാർക്ക് അറിയാം. ഫ്ലാറ്റിൻ്റെ അകത്തുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ആ എൻ്റയർ സീക്വൻസ് ആദ്യം ഒരു BGM ഔട്ട്ലൈൻ ആക്കിയതിന് ശേഷമാണ് അത് ഷൂട്ട് ചെയ്തത്. അങ്ങനെയുണ്ടായിട്ടുണ്ട്. ഫുള്ള് പാട്ട് ചെയ്തിട്ടല്ല BGM ചെയ്തത്. രണ്ടും കുറേ ഒക്കെ പാരലലി പോയതാണ്. ചേട്ടാ, ഈ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് ഇല്ലേ? എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് സന്തത സഖിയെന്ന്. ആ പാട്ടിൻ്റെ വിശേഷങ്ങളിൽ പോയാലോ? നീലാഞ്ചന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ. ആ പാട്ട് അത് എഴുതിയിരിക്കുന്നത് വൈശാഖ് സുഗുണനാണ്. വൈശാഖ് എൻ്റെ മന്ദാകിനിയിലെ എല്ലാ പാട്ടുകളും വൈശാഖായിരുന്നു എഴുതിയത്. അപ്പോൾ ഇതിലെ ഈ പാട്ട് അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ പാടിയിരിക്കുന്നത് ഹരിശങ്കറാണ്. അതിലെ ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ, ഒരു എന്താ പറയുക, ബ്രേക്കപ്പ് ഫീലിലൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ആണ് ആ പാട്ട് വരുന്നത്. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാൻ ചെയ്തതിൽ. ഹരിശങ്കർ ഭയങ്കര അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. വൈശാഖ് നല്ല അടിപൊളി ലിറിക്സുമാണ്. എല്ലാം കൊണ്ടും നന്നായി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ, പ്രേക്ഷകർക്ക് ഈ പാട്ടിൻ്റെ 2 വരി കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഒന്ന് പാടാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് എനിക്കത്ര കംഫർട്ടബിൾ അല്ല, പക്ഷെ ഞാൻ ശ്രമിക്കാം.
നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ മുകിലോ വിങ്ങലിൽ. നന്നായിട്ടുണ്ട് കേട്ടോ ചേട്ടാ. ഓ താങ്ക് യു. കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിരുന്ന് കൊത്തിട്ടും പറക്കിട്ടും തിന്നുന്ന കൊക്കെ തിന്തയാതിലൊരു തവിട്ടുകൊക്ക വെള്ളക്കൊക്ക അതിനോട് നമുക്കിപ്പോ പോകണം വലിയൊരു മരത്തിന്മേൽ വലിയൊരു മരത്തിന്റെ ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ കൂടുമ്പോ ചിരിക്കും കൊക്കെ തികുടെ